ഷാരോണിന്റെ കുടുംബം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ശിക്ഷയുണ്ടായിരിക്കുന്നു. 20-ാം തീയതി വിധി പറയുമെന്ന് പറയും. ഗവൺമെന്റ് തീരുമാനമാണ്. അമ്മ, കോടതി പറയുന്നത്, കോടതിയിൽ അവർ വാദിക്കുന്നത്, ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞത് പ്രായം കുറവാണ്, ഇനിയും തുടർന്ന് പഠിക്കേണ്ടതുണ്ട്, അതിനാൽ തന്നെ പരമാവധി ശിക്ഷ, വധശിക്ഷ കൊടുക്കരുതെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ കുടുംബം എങ്ങനെ പ്രതികരിക്കും? നല്ല പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി തിങ്കളാഴ്ച വിധി വരും. കുടുംബത്തിൻ്റെ പ്രതികരണം ഇതാണ്. പരമാവധി ശിക്ഷ എന്നുള്ള വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ കേസിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന ഷാരൂണിൻ്റെ അമ്മാവൻ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ കോടതിയിൽ പ്രതിഭാഗം പറയുന്നത് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണം, ഏറ്റവും കൂടി പോയാൽ 10 വർഷം, അതിനപ്പുറത്തേക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത്. പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണ്. അല്ല, നമുക്കതിൽ അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. തിങ്കളാഴ്ച എല്ലാം അറിയാമല്ലോ. കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബം ഇവിടെ നിന്ന്, ഷാരോണിൻ്റെ കുടുംബം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. കോടതി എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കും എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഷാരോണിനെ കൊലപ്പെടുത്തിയ രീതിയടക്കം പരാമർശിച്ചുകൊണ്ട് കൃത്യമായി തന്നെയുള്ള വാദങ്ങൾ നിരത്തുകയാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകർ. ഇനിയിപ്പോൾ എന്താണ് കോടതിയിൽ നിന്നും വരുന്നത് എന്നറിയില്ല. ഇപ്പോൾ കോടതിയിൽ ഈ പ്രതിഭാഗം പറയുന്നത് പ്രായം കുറഞ്ഞ ഒരാളാണ് ഗ്രീഷ്മ, അതിനാൽ തന്നെ ഇളവ് നൽകണം, ഒരു കാരണവശാലും വധശിക്ഷ നൽകരുത്, അങ്ങനെ ഒരു വാദമൊക്കെയാണ് ഉന്നയിക്കുന്നത്. അത് കുടുംബത്തിന് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്? ഒരിക്കലുമില്ല. അത് പ്രതിഭാഗം അങ്ങനെ പലതും പറയും. പ്രായം കുറഞ്ഞ ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ല അവൾ ചെയ്തിട്ടുള്ളത്. കാരണം 4.5 മാസത്തോളം എല്ലാ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയൊരു കേസാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷ നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് പഠിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, നല്ല വഴിക്ക് നയിക്കാൻ, ഈ ഗ്രീഷ്മയെ നയിക്കാൻ സമൂഹവും കോടതിയും എല്ലാം മുന്നിട്ടിറങ്ങണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ കോടതി അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? പഠിച്ചതിൻ്റെ ഫലമാണ് ഇത്. കാരണം പാരക്കിറ്റ് എന്ന് പറയുന്ന കളനാശിനിയെക്കുറിച്ച് വെബ് സെർച്ച് നടത്തുകയും പോലീസ് ചോദ്യം ചെയ്താൽ അതിനെ നേരിടേണ്ടതിനെക്കുറിച്ച് പഠിക്കുകയും വാട്സാപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചതും എല്ലാം വെബ് സെർച്ച് നടത്തിയതെല്ലാം ഈ പഠിത്തത്തിൻ്റെ ഫലമാണ്. അവളുടെ പഠിത്തത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കേസ് തന്നെ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 11 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന് അങ്ങേയറ്റത്തെ ക്രൂരമായ വേദന അനുഭവിച്ച് ലാസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവൻ്റെ ലങ്സ് പൊട്ടി ചിതറി അതിൻ്റെ ബ്ലീഡിങ് ഉണ്ടായെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ അവൻ അനുഭവിച്ച 11 ദിവസത്തെ കഠിനമായ വേദനയെന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു. അപ്പോൾ ആ ഒരു വേദനയ്ക്ക് തക്കതായ ശിക്ഷ കോടതിയിൽ നിന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തുടക്കം മുതൽ ഈ പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നില്ല ഗ്രീഷ്മ. അതോടൊപ്പം തന്നെ പറയുന്നത് ഷാരോൺ ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ വാദം കോടതിയിൽ ഇവർ നിരന്തരമായി ഇത് പറഞ്ഞു പോയൊരു കാര്യമാണ്. ഇന്നിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ ഷാരോൺ ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡയിങ് ഡിക്ലറേഷൻ, മരണമൊഴിയിൽ ഷാരോൺ ഗ്രീഷ്മ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ ഒരു കാരണവശാലും അവൻ അങ്ങനെ ചെയ്യില്ല, ബ്ലാക്ക്മെയിൽ ചെയ്യില്ല. അത് മാത്രമല്ല, ഇവരുടെ സ്നേഹത്തിനൊരു പ്രത്യേക ഇവളൊരു പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു താലിയൊക്കെ കൊണ്ടുവന്നാണ് കല്യാണം പോലെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് സജനാണ് ആ താലി ഒരു ഡിസൈൻ ചെയ്ത പ്രകാരം വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ആദ്യം ഒരെണ്ണം കൊണ്ടുവന്നപ്പോൾ ഇതല്ല ഡിസൈൻ, വേറൊരു ഡിസൈൻ എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു താലി കൊണ്ടുവന്നൊക്കെയാണ് കെട്ടിയത്. ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല, ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഷാരോണിൻ്റെ പ്രണയം 100% പരിശുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരണമൊഴിയിൽ പോലും അവളെ തള്ളി പറയാത്തത്. അപ്പോൾ ആ വാദമെല്ലാം കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾ പറയുന്നത് പോലെ പരമാവധി ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ അമ്മയെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെ തീരുമാനമാണ്. അമ്മയെ വെറുതെ വിട്ട നടപടിയിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കോടതി ശിക്ഷിക്കുന്നത്. അപ്പോൾ തെളിവില്ലാത്തതിൻ്റെ പേരിൽ കോടതി വെറുതെ വിട്ടു. അതിന് ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും അതിനകത്തില്ല. ഇതുപോലെ ഈ നിർമ്മലകുമാരൻ്റെ കാര്യത്തിൽ, ഗ്രീഷ്മയുടെ അമ്മാവൻ്റെ കാര്യത്തിൽ എന്തൊരു ശിക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗ്രീഷ്മയുടെ അമ്മാവിൻ്റെ കാര്യത്തിൽ തെളിവ് നശിപ്പിച്ചതിൻ്റെ പേരിലുള്ള ശിക്ഷയാണ്. അതിനനുസരിച്ച് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രീഷ്മയുടെ കാര്യത്തിൽ വധശിക്ഷ തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ എന്തായാലും
കുടുംബം പറഞ്ഞു വെക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്ന് വിധി കേൾക്കാനായി വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ നിന്നും അവർ മടങ്ങിയിട്ടുണ്ട്. സത്യശീലൻ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ നിയമപരമായ വിഷയങ്ങളിൽ മുന്നിട്ടിറങ്ങിയത് അദ്ദേഹമായിരുന്നു. അവരുടെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്തു ഷാരോൺ എന്ന വാദം ഒരു വിധത്തിലും അംഗീകരിക്കാൻ കുടുംബം എന്തായാലും തയ്യാറാകുന്നില്ല. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആശുപത്രിയിൽ കിടന്ന് നൽകിയ ഒരു മരണമൊഴിയുണ്ട്. ആ മരണമൊഴി നൽകുമ്പോൾ പോലും അതിൽ ഷാരോൺ പറഞ്ഞു വെക്കുന്നത് ഗ്രീഷ്മയെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഷാരോണിൻ്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തരത്തിലേക്ക് ഷാരോണിന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയാണ് തീരുമാനം പറയേണ്ടത്. പരമാവധി ശിക്ഷ എന്നുള്ള വാദത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു, പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ കോടതി ആ വിഷയത്തിൽ എന്ത് തീരുമാനം പറയുമെന്നറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. അതും ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.